ഗൈസ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ ഇന്ന് ഞാൻ പാടില്ലാത്ത എന്തോ ഇന്ന് ഞാൻ ജോബിന് പോയില്ല. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ടീംസ് ഉണ്ടല്ലോ, അവന്മാരെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഓരോന്നായിട്ട് എല്ലാവരും കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടിയൊക്കെ പോകണം. അപ്പോൾ ഇതേപോലെ കൂട്ടുകാരണം നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ആൾ നമ്മുടെ മൂരിക്കുട്ടനാണ് അവിടെ ഇപ്പം ഉള്ളത്. ഇതാണ് നമ്മുടെ കാളക്കുട്ടൻ. ഇവനെ കൊടുക്കാനുള്ളതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവനെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഞാൻ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇവനെ കൊടുക്കാനുള്ള അവന് 6-7 മാസം ജേഴ്സിയുടെ മൂരിക്കുട്ടനാണ്. അവനെ കൊടുക്കാനുള്ള പറമ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവനൊക്കെ നമ്മൾ പിന്നെ ഒരു സ്നേഹം കൂടി ഉണ്ട് ഇവനോട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ അടക്കം കാണിച്ചു തരാം. എണീക്ക്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആൾ. എണീക്കടി. ഇത് സിസ് ബ്രൗണിൻ്റെ നാടനാണ് കേട്ടോ. രണ്ടും നാടനാണ്. ഇതും നാടനാണ്, ഇതും നാടനാണ്. അപ്പോൾ ഇവനെയും കൊടുക്കാനുള്ളതാണ് കേട്ടോ. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇവന്മാർ രണ്ടുപേരുമാണ്. പിന്നെ ഇനി നമ്മുടെ കാതർകൂട്ടനുണ്ട്, അവനെ കാണിച്ചു തരാം. ഇനി അപ്പുറത്ത് 2 വന്നിട്ടുണ്ട്, വലിയ പോത്ത്. അത് ഞാൻ കാണിച്ചു തരാവേ. നമ്മുടെ കാതർകൂട്ടനോട് ഇപ്പോൾ ഉണ്ട്. ഇതാണ് നമ്മുടെ കാതർകൂട്ടൻ. അതേപോലെ പാടമൊക്കെ ഉണ്ടെങ്കിൽ ഗൈസ് ഇങ്ങനെ കെട്ടണം നല്ലതായിരിക്കും കേട്ടോ. ഉമ്മച്ചി അവിടെ നിന്ന് അഴിച്ചുകൊണ്ടൊന്ന് അവിടെ പാരയെ കുത്തിയിട്ട് കെട്ടി വെച്ചേക്കാണ് അവനെ. ഉണ്ടോ? ഇതാണ് നമ്മുടെ കാതർകൂട്ടൻ. കാതറു ഇഷ്ടമാണോ? പുല്ലൊക്കെ നന്നായിട്ട് കഴിച്ചോട്ടോ. അപ്പോൾ വളരണ്ടേ? അവൻ അവിടെ നിന്ന് ഉല്ലാസിക്കട്ടെ. അവനാണ് നമ്മുടെ കാതർകൂട്ടൻ ഗൈസ്. പിന്നെ ഞാൻ പുതിയതായിട്ട് പരുത്തിപ്പിണ്ണൊക്കെ മേടിച്ചിട്ടുണ്ട്. അത് വെള്ളത്തിട്ട് കുതിർത്തിട്ട് ഇന്ന് കൊടുത്തു നോക്കാൻ വേണ്ടിയാണ് അവന്. ഇന്ന് പോലെ സ്റ്റാർട്ട് ചെയ്യണം. ഇത്ര നാൾ നമുക്ക് കൊടുത്തോണ്ടിരുന്ന ഫുഡെന്ന് പറഞ്ഞാൽ സാധാ തവിടും പുഷ്ടിയുമാണ് കൊടുത്തോണ്ടിരുന്നത്. മറ്റേ പരുത്തിപ്പിണ്ണാക്കിൻ്റെ ഇതാണ് നമ്മളിപ്പോൾ മേടിച്ചേക്കണത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കട്ടോ. ഇപ്പോൾ ഞാൻ മേടിച്ചിട്ടൊരു 4 മാസം 5 മാസം ആയെന്ന് തോന്നുന്നു മേടിച്ചിട്ട്. അപ്പം പാടത്ത് നിന്ന് സെറ്റാകട്ടോ. നമുക്ക് ടീംസിനെ കാണിച്ചത് ഇതാണ് ഞാൻ പറഞ്ഞ ടീംസ്. ഇത് സൈസാണ് നല്ല മുറ ബ്രീഡിൽപ്പെട്ടാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. നല്ല സൈസാണ്. എങ്ങനെയുണ്ട്? നമ്മുടെ കൂട്ടുകാരൻ വളർത്തുന്ന സാധനം. സൈസാണ് വളർത്തണമെങ്കിൽ ഇതുപോലെ വളർത്തണം. എന്തായാലും ഞാൻ കാതർ ഒന്ന് സെറ്റായിട്ട് എഞ്ചി മേടിക്കുന്ന മുറേനായിരിക്കും. മുറയാകുമ്പോൾ നന്നായിട്ട് വലുതാവും. നമ്മൾ വീഡിയോ കാണുന്ന പോലെ അല്ല കേട്ടോ. നേരിട്ട് കണ്ടാൽ ഇതിൻ്റെ വലിപ്പം നമുക്ക് ശരിക്കും അറിയാൻ പറ്റുള്ളൂ. 2 ഉണ്ട്. അങ്ങനെ കാണിച്ചു തരാം. ആണോ? ഇവന് നല്ല ഹൈറ്റ് ഉണ്ട്, സൈസാണ്. ഉണ്ടോ? ഒച്ചയൊക്കെ കേൾപ്പിക്കണോ? അടിപൊളിയല്ലേ? എടാ വന്നടാ, വന്നേ. പരിചയമില്ലാത്തവരൊന്നും നല്ല ഇടിക്കും ചിലപ്പോൾ. അതുകൊണ്ട് അധികം അടുത്തേക്ക് പോകണം നല്ലതല്ല. മുറയെന്ന് എനിക്ക് തോന്നണം. മുറ അല്ലെങ്കിൽ ക്ലോസ് മുറയായിരിക്കും. ആള് വലുതാ, സൈസാണ്, സെറ്റാണ്. നമ്മുടെ എൻ്റെ കുത്തും സാധനം ശരിക്കും ആനേൻ്റെ കൊറ്റിയാനയുടെ ഇതുണ്ട്. സാധനം പൊളിയാ. എന്തായാലും ഇനി വേണ്ടില്ല, മുറേനെ ഒരെണ്ണം മേടിച്ചിട്ടേ കാര്യമുള്ളൂ. സംഭവം സൂപ്പറാണ്. അപ്പോൾ എരുമേനെയൊക്കെ വളർത്താൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ
ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളെല്ലാ വീഡിയോ ഇടുന്നുണ്ട്. ആനിമൽ, ആനേനെ ഇഷ്ടമാണ്, എല്ലാ മൃഗത്തിനെയും നമുക്ക് ഇഷ്ടമാണ്. നമുക്കിപ്പോൾ ഇതാണ് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്ന് ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വലുത്. അപ്പോൾ വളർന്നു വരുന്നൊരു ചെറിയ യൂട്യൂബറാണ്. അപ്പോൾ നിങ്ങളെന്തായാലും സപ്പോർട്ട് ചെയ്യണം. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ അവന്മാരെ കണ്ടില്ലേ, നമ്മുടെ വീടിൻ്റെ സ്ഥലങ്ങളാണ് കാണുന്നത്. നമ്മുടെ കാതറൂട്ടനോട് ഒരു മുറേനെ മേടിക്കണം ഇൻഷാല്ലാ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോ ഒക്കെ തന്നെ ആയിരിക്കും. ബൈ.